ജെഫ് സിംബലിസ്റ്റും മൈക്കിൾ സിംബലിസ്റ്റും ചേർന്ന് സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ അമേരിക്കൻ ബയോഗ്രാഫിക്കൽ ഫിലിം പെലെ ദ ബർത്ത് ഓഫ് എ ലെജൻഡ് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച സിനിമ വളരെയധികം മികച്ച നിരൂപണങ്ങൾ നേടിയെടുത്തിരുന്നു. അതിമനോഹരമായ സിനിമയുടെ കഥയിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. ഗോതൻബർഗിലെ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കമന്ററി ആരംഭിക്കുകയാണ്. 1958 ലോകകപ്പിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം. നമ്മളിപ്പോൾ ഗോതൻബർഗിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ഗ്രൂപ്പ് 4 മത്സരങ്ങളുടെ അവസാന മത്സരം തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ ബാക്കി നിൽക്കുന്നു. ബ്രസീൽ സോവിയറ്റ് യൂണിയനെ നേരിടുന്നു. ബ്രസീലിനത് വെറുമൊരു കളി മാത്രമല്ല, കഴിഞ്ഞ ദശകത്തിൽ അവർ നേരിടേണ്ടി വന്ന തോൽവികൾ ആ രാജ്യത്തിന്റെ ആത്മാവ് തന്നെ തകർത്തു കളഞ്ഞിരുന്നു. സ്റ്റേഡിയത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത് ബ്രസീൽ ആരാധകരെ കുറിച്ച് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഒളിമ്പിക്സ് ചാമ്പ്യന്മാരായ സോവിയറ്റ് യൂണിയനാണ് മുൻഗണന. എങ്കിലും ബ്രസീൽ അവർക്ക് ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പറയണം. അവർ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയത് തന്നെ വലിയൊരു കാര്യമാണ്. അവരെ ശക്തമായി എതിർക്കുന്ന യൂറോപ്പുകാരെ കൊണ്ട് നിറഞ്ഞ സ്റ്റേഡിയത്തിലേക്ക് ബ്രസീൽ പ്രവേശിക്കാൻ പോവുകയാണ്. അവർക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ല. അവർ വളരെ ചെറുപ്പക്കാരാണ്. അവർ അച്ചടക്കമില്ലാത്തവരും സങ്കരവർഗക്കാരുമാണ്. അവരുടെ പ്രധാന കളിക്കാരെല്ലാം പരിക്കിന്റെ പിടിയിലായത് സങ്കടകരമായ അവസ്ഥ തന്നെ. അതുകൊണ്ട് വെറും 17 വയസ്സുള്ള ഒരു പയ്യനെ വരെ അവർ കിറക്കേണ്ടതായി വന്നിരിക്കുന്നു. ബ്രസീലിനെ കുറിച്ചോർത്ത് ദുഃഖം തോന്നുന്നു. ബ്രസീലുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആത്മവിശ്വാസമില്ലായ്മയാണ്. പക്ഷേ അതിനുള്ള പ്രതിവിധി ഒരു 17-കാരനെ കളിപ്പിക്കുക എന്നതായിരുന്നില്ല. ലോക്കർ റൂമിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ആ പയ്യൻ തന്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് പേടിച്ച് അവന് വയറിൽ അസുഖം ബാധിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരിക്കലും ബ്രസീൽ ആഗ്രഹിച്ച ഒരു തുടക്കമാവില്ല. 1958 സ്വീഡനിൽ വേൾഡ് കപ്പ്. ബ്രസീൽ സോവിയറ്റ് യൂണിയനെ നേരിടുന്നു. 17 വയസ്സുള്ള എഡ്സൺ നെസിമെന്റോയുടെ ആദ്യ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ. 50,000-ലധികം കാണികളുടെ ആരവം കൊണ്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉല്ലവി സ്റ്റേഡിയം. ലക്ഷക്കണക്കിന് TV പ്രേക്ഷകരും ഈ കളി വീക്ഷിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിലനിർത്തുക എന്നത് നിമിഷങ്ങൾക്കകം ഈ പയ്യന്റെയും അവന്റെ തെക്കേ അമേരിക്കൻ സഹോദരങ്ങളുടെയും ഉത്തരവാദിത്തമായി മാറും. പിൽക്കാലത്ത് പെലെ എന്നറിയപ്പെട്ട ഇതിഹാസത്തിന്റെ ആദ്യ ഇന്റർനാഷണൽ മത്സരമായിരുന്നു അത്. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ബ്രസീലിലെ ബൗറോ. വർഷം 1950 ജൂലൈ 16. അന്നായിരുന്നു ലോകകപ്പ് ഫൈനൽ. എല്ലാവരും ബ്രസീൽ കപ്പ് നേടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ദിവസം. ഷൂ പോളിഷ് ചെയ്യുന്ന തന്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഡീക്കോയെ കൂട്ടുകാർ കളിക്കുവാൻ വിളിച്ചു. തെരുവിലെ തന്റെ കൂട്ടുകാർക്കൊപ്പം ഡീക്കോ കളിക്കുവാൻ തുടങ്ങി. തുണികൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കാൽപന്ത് ഉപയോഗിച്ച് അതിമനോഹരമായ കളി. തടസ്സങ്ങളെ അതിജീവിച്ച് അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് തന്റെ കൂട്ടുകാർക്കൊപ്പം ഡീക്കോ ആർത്തുല്ലസിച്ച് കളിച്ചുകൊണ്ടിരുന്നു. കളിയുടെ ഇടയ്ക്ക് രസകരമായ ചില തമ്മിത്തല്ലുകളും ഉണ്ടായി. പരസ്പരം ചെളി വാരിയെറിഞ്ഞ് ചെളിയിൽ കുളിച്ച് അവർ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ചെളിയിൽ കുളിച്ച് കുറ്റാരോപിതരായി അമ്മയ്ക്ക് മുന്നിലിരിക്കുന്ന തന്റെ 2 മക്കളെയാണ് കണ്ടത്, ഡീക്കോയെയും അവന്റെ അനിയനെയും. ഡീക്കോ ഒരു നുണ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നറിയാതെ അനിയന്റെ വായിൽ നിന്നും "നീ ഫുട്ബോൾ കളിച്ചിട്ടല്ലേ" എന്നൊരു വാചകം പൊട്ടി വീണു. അവരുടെ അമ്മയ്ക്ക് ഫുട്ബോൾ എന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. അമ്മ ഇരുവരെയും ശകാരിച്ചു. രണ്ടുപേരുടെയും ചെവിക്ക് പിടിച്ച് വേഗം വസ്ത്രം മാറ്റി ഷൂ പോളിഷ് ചെയ്യാൻ പോവാൻ പറഞ്ഞു. വേൾഡ് കപ്പ് ഫൈനൽ കേൾക്കുന്ന കാര്യം അവർ ചോദിച്ചെങ്കിലും ഇനി അതിനെപ്പറ്റി ചിന്തിക്ക പോലും വേണ്ടെന്നായിരുന്നു അമ്മയുടെ മറുപടി. ആ തെരുവിലെ കടയിലുള്ള ഒരേ ഒരു റേഡിയോയിൽ അവിടുത്തെ നാട്ടുകാർ ബ്രസീലിന്റെ ഫൈനൽ കളി കാണുകയാണ്. ആ കടയുടെ മുകളിലേക്ക് പിടിച്ചു കയറി മുകളിൽ നിന്നും ഡീക്കോയും കൂട്ടുകാരും കളി കേട്ടുകൊണ്ടിരുന്നു. കളി കേൾക്കുന്ന നാട്ടുകാരുടെ കൂട്ടത്തിൽ ഡീഗോയുടെ അച്ഛനും ഉണ്ടായിരുന്നു. കളി തുടങ്ങിയതും എല്ലാവരും ആവേശത്തിൽ മുഴങ്ങി. ബ്രസീൽ കപ്പ് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കളിയിൽ ബ്രസീലിന് വല്ലാതെ നിരാശപ്പെടേണ്ടി വന്നു. 1950 വേൾഡ് കപ്പ് ബ്രസീലിന് നഷ്ടമായി. 2-1 ബ്രസീൽ പരാജയപ്പെട്ടു. ആ പരാജയത്തിന്റെ വേദന ബ്രസീലുകാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഡീഗോയുടെ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഡീഗോയും അത് കണ്ടു. അവനും ഏറെ വേദനിച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ട ബ്രസീൽ പരാജയപ്പെട്ടിരിക്കുന്നു. അന്ന് വേദനയോടെ കണ്ണുനീരൊഴുക്കി ആ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന തന്റെ അച്ഛനോട് ഡീഗോ പറഞ്ഞു, "ബ്രസീലിന് ഞാനൊരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കും, ഉറപ്പായും." അവന്റെ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് കരഞ്ഞു. അവനോടായി പറഞ്ഞു, "നിനക്ക് സാമർത്ഥ്യമുണ്ടെങ്കിൽ ഡീഗോ, നീ നിന്റെ അമ്മ പറയുന്നത് കേൾക്കണം. പഠനത്തിൽ ശ്രദ്ധിക്കണം. ഫുട്ബോൾ മറന്നേക്ക്." അച്ഛനൊപ്പം അവൻ വീട്ടിലേക്ക് നടന്നു. ബ്രസീലിലെ ധനികരായ ഇറ്റാലിയൻ വംശജരുടെ വീട്ടിൽ വേലക്കാരിയായിരുന്നു ഡീക്കോയുടെ അമ്മ. ഇടയ്ക്കെല്ലാം ഡീക്കോ അമ്മയെ സഹായിക്കാൻ പോകാറുണ്ടായിരുന്നു. അമ്മയും ഡീക്കോയും നിലം തുടയ്ക്കുന്നതിനിടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്ന ഡീക്കോയുടെ അച്ഛനെ കണ്ടുമുട്ടിയ കഥ അമ്മ പറഞ്ഞു. "അച്ഛൻ അന്ന് തലകൊണ്ട് 5 ഗോളുകളാണ് നേടിയത്. അത് കണ്ടാണ് ഞാൻ നിന്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ വിവാഹിതരായി. അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് സാരമായ പരിക്ക് പറ്റിയപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഫുട്ബോൾ കളിക്കില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവർ ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തെ പറഞ്ഞുവിട്ടു. ഇൻഷുറൻസ് ഇല്ല, നഷ്ടപരിഹാരമില്ല. ജീവിതകാലം മുഴുവൻ കക്കൂസ് കഴുകിയും കാവൽക്കാരനായും ജീവിക്കുന്ന ഒരാളാവണമെന്നതായിരുന്നു നിന്റെ അച്ഛന്റെ ആഗ്രഹമെന്ന് നീ വിചാരിച്ചോ? പക്ഷെ ഡീക്കോയുടെ
ശ്രദ്ധ മുഴുവൻ അവിടെ വെച്ചിരുന്ന ഭക്ഷണത്തിലായിരുന്നു. അമ്മ അവനെ നിലം തുടയ്ക്കാൻ ഏൽപ്പിച്ച് തുണി കഴുകാനായി പോയി. അമ്മ പോയതും അവൻ ഓടിച്ചെന്ന് അതിൽ നിന്നും ഒരു കേക്കും കഷ്ണം എടുത്തു കഴിച്ചു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കുറച്ചുപേർ വരുന്നത് കേട്ട് അത് അവിടെ തന്നെ വെച്ച് നിലം തുടയ്ക്കുവാൻ തുടങ്ങി. നടക്കാൻ പോകുന്ന ഒരു ടൂർണമെന്റിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഒരു സംഘം കുട്ടികൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അതിലെ പ്രധാനിയോട് ഒരുത്തൻ ചോദിച്ചു, ഈ തെരുവ് പിള്ളേരുടെ ടൂർണമെന്റ് ഒക്കെ നമുക്ക് വേണോ? ഉടൻ പ്രധാനി പറഞ്ഞു, കളിയുടെ ഫൈനലിൽ വാൾഡിമർ ഡി ബ്രിട്ടോ വരുമെന്ന് കേൾക്കുന്നുണ്ട്. നോട്ടീസ് നോക്കി മറ്റൊരുവൻ വായിച്ചു. അതെ, ഇതിൽ പറയുന്നത് അദ്ദേഹം സാന്റോസ് ക്ലബിന് വേണ്ടി പുതിയ കളിക്കാരെ തിരഞ്ഞെടുക്കാൻ വരുന്നുണ്ടെന്നാണ്. ഒരുത്തൻ പറഞ്ഞു, ഞാൻ പുക്സാനെ പോലെ കളിക്കുന്നത് കണ്ടാൽ അദ്ദേഹം ഫ്ലാറ്റ് ആവും. പ്രധാനി പറഞ്ഞു, ഞാൻ മസോളാനെ പോലെയും. തുടച്ചുകൊണ്ടിരുന്ന ഡീക്കോ ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് കൈകൾ ഉയർത്തി പറഞ്ഞു, ഞാൻ പെലയെ പോലെയും. ഇത് കേട്ട് ആ വെള്ളക്കാരൻ കുട്ടി ചോദിച്ചു, ആരാ ഈ പെലെ? ഡീക്കോ പറഞ്ഞു, വാസ്കോയുടെ ഗോൾ കീപ്പർ. ആ കുട്ടികളെല്ലാവരും ചിരിക്കുവാൻ തുടങ്ങി. അവർ ഡീക്കോയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മന്ദബുദ്ധി, അത് ബിലയാണ്. ബിലയെ പെലെ എന്ന് വിളിക്കാൻ നീ എന്ത് മണ്ടന? മറ്റൊരുവൻ പറഞ്ഞു, നമുക്കിനി ഇവനെ പെലെ എന്ന് വിളിച്ചാൽ മതി. ഡേ പെലെ, ഇത് പിടിക്കെന്ന് പറഞ്ഞ് പ്രധാനി ഫുട്ബോൾ എടുത്ത് അവന് നേരെ തട്ടി. ഫുട്ബോൾ അവൻ തുടച്ചുകൊണ്ടിരുന്ന ബക്കറ്റിൽ വന്നിടിച്ച് അതവിടെ മുഴുവൻ കമന്നു വീണു. അങ്ങോട്ടേക്ക് ഓടി വന്ന വേലക്കാരിയായ അവന്റെ അമ്മ മുതലാളിയായിരുന്ന ആ കുട്ടിയോട്, മിസ്റ്റർ ഹോസെ, എന്റെ മകനോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. ഞാനല്ല, അവനാണെന്നൊക്കെ പെലെ പറയാൻ തുടങ്ങിയെങ്കിലും അമ്മ അവനെ തടഞ്ഞു. താനിനി ഒരിക്കലും അവനെ കൂട്ടിക്കൊണ്ടുവരില്ലെന്ന് പറഞ്ഞ് അവരോട് മാപ്പിരുന്നു. ഡീക്കോക്ക് അത് വല്ലാത്ത അപമാനമായി തോന്നി. അമ്മ അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവിടെ ആ കുട്ടികൾ വെച്ച് മറന്നിരുന്ന പേപ്പർ കട്ടിംഗ് എടുക്കുവാനും അവൻ മറന്നില്ല. തന്റെ കൂട്ടുകാരോടായി ഡി ബാരു യൂത്ത് കപ്പ് ടൂർണമെന്റ് എന്ന ആ മത്സരത്തിൽ നമുക്ക് പങ്കെടുക്കണമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ കൂട്ടുകാരൊന്നും ആദ്യം അതിന് തയ്യാറായിരുന്നില്ല. ഈ പണക്കാർക്ക് എങ്ങനെയാ നമ്മൾ കളിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാം, അവൻ പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ചു കൂട്ടുകാർ അവനൊപ്പം കളിക്കാൻ തയ്യാറായി. അവർ രജിസ്റ്റർ ചെയ്ത് കളി തുടങ്ങി. ഷൂലസ് വൺസ് എന്ന പേരിൽ. കളികൾ ദിവസങ്ങളോളം നീണ്ടു. ആദ്യ റൗണ്ട് മത്സരങ്ങളിലെല്ലാം ഡീക്കോയുടെ ടീം വിജയിച്ചുകൊണ്ടിരുന്നു. അടുത്ത കളിക്ക് കൂട്ടത്തിൽ നിക്ക് അവർക്കായി അമ്മയുടെ ബെഡ്ഷീറ്റ് മോഷ്ടിച്ച് അതിൽ യൂണിഫോം ഉണ്ടാക്കി കൊണ്ടുവന്നു. അടുത്ത മത്സരങ്ങളിലും ഷൂലസ് വൺസ് വിജയിച്ചു. അതേസമയം തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കിങ്സ് എന്ന പേരിൽ മിസ്റ്റർ ഹോസയുടെ നേതൃത്വത്തിലുള്ള ടീം വളരെ മികച്ച രീതിയിൽ വിജയിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കളി മാത്രമായിരുന്നു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഡീക്കോയ്ക്കും സുഹൃത്തുക്കൾക്കും വിഷമമുണ്ടായി. അന്ന് കളിയുടെ അവസാനം മിസ്റ്റർ ഹോസെ ഡീക്കോയെയും കൂട്ടുകാരെയും അപമാനിക്കുക കൂടി ചെയ്തു. ഹോസയുടെ കളിയാക്കൽ വാക്കുകൾ കേട്ട് എല്ലാ കാണികളും ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. അവരവരെ ഷൂലസ് വൺസ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു ഹോസയുടെ കളിയാക്കൽ. അതായത് നഗ്നപാതരെന്ന് വിളിച്ച്. ഡീക്കോ പറഞ്ഞു, നമുക്ക് നാളെ മുതൽ ബൂട്ട്സ് വേണം. പക്ഷേ അതിനുള്ള പണം അവർക്കുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഒരുവൻ ഒരു ഐഡിയ പറഞ്ഞു, തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുന്ന ലോഡിൽ നിന്നും പീനട്ടുകൾ മോഷ്ടിക്കുക, അത് മാർക്കറ്റിൽ വിൽപ്പന ചെയ്ത് പണമുണ്ടാക്കുക. ഡീക്കോയും കൂട്ടുകാരും ചേർന്ന് വിദഗ്ധമായി ചാക്കുകൾ മോഷ്ടിച്ചു. തൊഴിലാളികൾ അവരെ പിന്തുടർന്ന് പിടിക്കാൻ വന്നെങ്കിലും അവർ വിദഗ്ധമായി രക്ഷപ്പെട്ടു. പീനട്ട് വറുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുവാൻ തുടങ്ങി. അതിനടുത്തിരുന്ന് ഡീക്കോ ഷൂ പോളിഷ് ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഹോസയും കൂട്ടുകാരും നടന്നു വന്നു. അവൻ ഡീക്കോയെ പെലെ എന്ന് വിളിക്കുകയും അവൻ ചെയ്യുന്ന ജോലികൾ വെച്ച് അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തു. ഏറെ ദേഷ്യം തോന്നിയ ഡീക്കോ ഹോസയുടെ മുഖത്തടിച്ചു. അത് വളരെ വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഡീക്കോയുടെ മുഖത്ത് സാരമായ പരിക്ക് പറ്റി. വീട്ടിലെത്തിയ സമയത്ത് അമ്മ അത് ചോദ്യം ചെയ്തപ്പോൾ സ്കൂളിൽ വെച്ച് ടീച്ചർ തല്ലിയതാണെന്നായിരുന്നു ഡീക്കോയുടെ മറുപടി. അമ്മ ദേഷ്യത്തിൽ, എങ്കിൽ നാളെ അത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന അച്ഛന് അതല്ല കാര്യമെന്നറിയാമായിരുന്നു. അച്ഛൻ ഡീക്കോയുടെ അമ്മയോട്, നീ ജോലിക്ക് പൊക്കോളാനും താൻ അത് കൈകാര്യം ചെയ്തു കൊള്ളാമെന്നും പറഞ്ഞു. അടുത്ത ദിവസം അച്ഛനൊപ്പം നടക്കുമ്പോൾ അച്ഛൻ ഡീക്കോയോട് പറഞ്ഞു, പണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്തും മുതിർന്ന ആളുകൾ എന്നെ ഒരുപാട് കളിയാക്കുമായിരുന്നു. അവരുമായി ഞാനും വഴക്കുണ്ടാക്കും. പക്ഷേ കാലം എന്നെ പഠിപ്പിച്ചു, അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. അദ്ദേഹം തുടർന്നു, ഞാൻ പറഞ്ഞു വന്നത് ഡീക്കോ, നിനക്ക് കളിക്കാൻ അതിയായ താല്പര്യമുണ്ടെങ്കിൽ നീ ആരാണെന്നതിനെ ഓർത്ത് നീ ഒട്ടും നാണിക്കേണ്ടതില്ല. അടുത്ത ദിവസം ഫൈനൽ മത്സരത്തിനായെത്തിയ ഡീക്കോ അച്ഛൻ തന്നെ സംരക്ഷിച്ച കാര്യം കൂട്ടുകാരനോട് പറഞ്ഞു. ഫുട്ബോളിനെ കുറിച്ച് എല്ലാം അദ്ദേഹത്തിന് അറിയാമെന്നും അദ്ദേഹം ഞാനൊരു നല്ല കളിക്കാരനാകുമെന്ന് പറഞ്ഞെന്നും അവൻ കൂട്ടിച്ചേർത്തു. അവന്റെ കൂട്ടുകാരൻ ഹോസയും കൂട്ടുകാരും കളിയാക്കുന്നതുകൊണ്ട് അവന്റെ കണ്ണട മാറ്റിവെച്ചിരുന്നു. അധികം വൈകാതെ ടൂർണമെന്റ് ആരംഭിച്ചു. അനൗൺസ്മെന്റ് നടന്നു. മാന്യമഹാജനങ്ങളെ, ഫൈനൽ മാച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളി ക്യാപ്റ്റൻ അൽറ്റഫിനിയുടെ കിങ്സും ക്യാപ്റ്റൻ പെലെയുടെ ഷൂലസ് വൺസും തമ്മിലാണ്. അനൗൺസ്മെന്റിൽ പെലെ എന്ന് വിളിച്ചത് ഡീക്കോയ്ക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. അത് ഹോസയുടെയും കൂട്ടുകാരുടെയും പണിയായിരുന്നു. അവന്റെ യഥാർത്ഥ പേര് പറയാതെ അവന്റെ വട്ടപ്പേര് പറഞ്ഞത്. പെലെ അവർക്ക് നേരെ വഴക്കുണ്ടാക്കാൻ തുനിഞ്ഞു ചെല്ലാൻ ഒരുങ്ങിയപ്പോഴേക്കും കൂട്ടുകാർ അവനെ തടഞ്ഞു നിർത്തി. ഫുട്ബോൾ ഇതിഹാസം വാൾഡിമാർ ദേ ബിട്രോക്ക് അന്ന് കളി കാണാൻ എത്തിയിരുന്നു. സാന്റോസ് ഫുട്ബോൾ ക്ലബിനു വേണ്ടി പുതിയ കളിക്കാരെ തേടിയാണ് അദ്ദേഹം ഈ ടൂർണമെന്റിലെത്തിയത്. എല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ വരവേറ്റു. അധികം വൈകാതെ കളി ആരംഭിക്കുകയാണ്. കളിയുടെ ആദ്യ പകുതിയിൽ മുഴുവനും ഹോസയും ടീമും മികച്ച നീക്കങ്ങൾ നടത്തി. അല്പം മുതിർന്ന കുട്ടികളായ അവരുടെ അടുക്കൽ പിടിച്ചു നിൽക്കാൻ ഡീക്കോ
ഡീക്കോയ്ക്കും അവന്റെ ടീമിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പലവട്ടം അവർ നിലതെറ്റി വീണു. അവർക്കെതിരെ ഹോസിന്റെ കിങ്സ് ടീം വളരെ വലിയ ഗോൾ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നു. സ്കോർ 6-0 ഹോസെ അൽട്ടഫിനി ഡീക്കോയെ പെലെ എന്ന് വിളിച്ച് കളിയാക്കി. അവന് വല്ലാതെ ദേഷ്യം വന്നു, ഒപ്പം നിരാശയും. അവൻ അൽട്ടഫിനിക്ക് നേരെ ആക്രമിക്കുവാൻ ദേഷ്യപ്പെട്ടു ചെന്നു. കൂട്ടുകാർ അവനെ തടഞ്ഞു നിർത്തി. അവൻ നോക്കുമ്പോൾ അതാ കാണികൾക്കിടയിൽ നിരാശയോടെ അച്ഛൻ നിന്ന് കളി കാണുന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നു. അവൻ അവന്റെ ബൂട്ട്സ് അഴിച്ചു മാറ്റി കളിക്കുവാനായി തുടങ്ങി. കിക്ക് പാസ് ചെയ്ത് അവൻ അടുത്തേക്കെത്തി. അവൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവന് നേരെ പാഞ്ഞടുക്കുന്ന കിങ്സിലെ പോരാളികൾ. അവന്റെ കണ്ണിനുള്ളിൽ തെരുവ് നിറഞ്ഞു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തെരുവിലെ കളി അവൻ പുറത്തെടുത്തു. നിലത്ത് കുത്താത്ത വണ്ണം പലപ്പോഴും ബോൾ പറന്നുയർന്നു. തന്റെ മുന്നിലുള്ളവരെ എല്ലാവരെയും മനോഹരമായി വെട്ടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഡീക്കോ ആദ്യത്തെ മനോഹര ഗോൾ തീർത്തു. അതോടെ ടീമിലെ മറ്റുള്ളവർക്കും പ്രചോദനമായി. അവരും അവരുടെ നാണക്കേട് മറന്ന് അവർക്കിഷ്ടമുള്ള പോലെ കളിക്കുവാൻ തുടങ്ങി. ഡീക്കോ ഗംഭീരമായ പ്രകടനം നടത്തി. കാണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാണികൾ വിസ്മയപ്പെട്ട് ഡീക്കോയുടെ കളി കണ്ടു. ഡീക്കോ തുടർച്ചയായി ഗോളുകൾ തീർത്തു. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ 6-5. ഡീക്കോയുടെ ടീം പരാജയപ്പെട്ടു. തല താഴ്ത്തി ഡീക്കോ നടന്നു നീങ്ങുവാൻ തുടങ്ങി. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായി. ചുറ്റിലും നിന്ന കാണികൾ മുഴുവൻ ആർത്തുവിളിച്ചത് അവന്റെ പേരായിരുന്നു. അവർക്കറിയാവുന്ന പെലെ എന്ന പേര്. ഡീക്കോ ആദ്യമായി പെലെ എന്ന പേര് കേട്ട് പുഞ്ചിരിച്ചു. അവനൊപ്പമുണ്ടായിരുന്ന തിയാഗോ അവനോടായി പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി, പെലെ എന്ന് വിളിച്ചാൽ നിനക്ക് ദേഷ്യം വരില്ലല്ലേ? കാണികളുടെ കൂട്ടത്തിൽ ഡീക്കോയുടെ അച്ഛനും അവനെ നോക്കി അഭിമാനത്തോടെ നിന്നു. ഒരു പത്രപ്രവർത്തകൻ അവരുടെ ഫോട്ടോ പകർത്തി. വാൾഡിമാർ ഡീക്കോയുടെ അച്ഛന് അദ്ദേഹത്തിന്റെ കാർഡ് കൈമാറുന്നത് ഡീക്കോയുടെ ഒപ്പം നിൽക്കുകയായിരുന്ന തിയാഗോ കണ്ടു. അവൻ ഡീക്കോയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശ്രദ്ധ മറ്റൊരിടത്തായിരുന്നു. വേറൊരു കൂട്ടുകാരൻ പറയുന്നിടത്ത്. പീനട്ട് മോഷ്ടാക്കളെ പിടികൂടാൻ റെയിൽവേ സ്റ്റേഷൻ ജോലിക്കാർ എത്തിയിരുന്നു. അവരെ കണ്ടതും എല്ലാവരും ഓടുവാൻ തുടങ്ങി. ഡീക്കോയും കൂട്ടുകാരും ഒരുപാട് ദൂരത്തേക്ക് ഓടി മാറി. അവരുടെ പിടിവെട്ടിച്ച് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തിയാഗോ കാല് തട്ടി വീണു. പുറകിലേക്ക് ഓടിയെത്തിയ ഡീക്കോ അവനുമായി ഒളിച്ചിരിക്കാവുന്ന വശത്തുള്ള ഒരു ഗുഹയിലേക്ക് കയറി. എന്തെങ്കിലും പറ്റിയോ എന്ന ഡീക്കോയുടെ ചോദ്യത്തിന് കാൽ ഒളിക്കിയോ എന്ന് സംശയമുണ്ടെന്ന് തിയാഗോ മറുപടി പറഞ്ഞു. ശേഷം അവൻ പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവും. ഡീക്കോയ്ക്ക് അത് മനസ്സിലായില്ല. അവൻ പറഞ്ഞു, രക്ഷപ്പെടുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. ഉടൻ തിയാഗോ തിരുത്തി, ഞാൻ പറഞ്ഞത് അതല്ല, നിനക്ക് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവാനാവൂ. ആ സമയം അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടായി. ഡീക്കോ ചാടി ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷെ തിയാഗോയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ കാൽ കുടുങ്ങിപ്പോയിരുന്നു. ഡീക്കോ അവനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് മുകളിൽ നിന്നും പാഞ്ഞു വന്ന മണ്ണിടിച്ചിൽ അവനെ തള്ളി മാറ്റി. തിയാഗോ മണ്ണിനടിയിൽപ്പെട്ടു. അവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മണ്ണ് മാന്തുവാൻ തുടങ്ങി. കരച്ചിലും ഒച്ചപ്പാടും കേട്ട് മോഷ്ടാക്കളെ പിടിക്കാനെത്തിയ ജീവനക്കാർ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അവരും ഡീഗോക്കൊപ്പം ചേർന്ന് മണ്ണ് മാന്തി. പക്ഷെ തിയാഗോ മരണപ്പെട്ടിരുന്നു. വേദനയോടെ കരഞ്ഞുകൊണ്ട് ഡീക്കോ വീട്ടിലേക്ക് മടങ്ങി. അമ്മയുടെ മുന്നിലിരുന്നവൻ പൊട്ടിക്കരഞ്ഞു. അവന്റെ വിചാരമത്രയും താൻ കാരണമാണ് തിയാഗോ മരണപ്പെട്ടതെന്നായിരുന്നു. താനന്ന് ഫുട്ബോൾ കളിയിൽ ബൂട്ട് വേണമെന്ന് പറയാതിരുന്നെങ്കിൽ, പീനട്ട് മോഷ്ടിക്കാതിരുന്നെങ്കിൽ തിയാഗോ ഇന്നും ജീവനോടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ അമ്മയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. അവന്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതിനിടയിൽ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ഇനി ഫുട്ബോൾ കളിക്കുന്നില്ല, ഞാൻ സ്കൂളിൽ പൊക്കോളാം, ഞാൻ നന്നായി പഠിച്ചോളാം. ഡീക്കോ ഉറങ്ങിയപ്പോൾ അമ്മ മുറിയിലേക്ക് നടന്നു വന്നു. അവിടെ വാൾഡിമാർ കൊടുത്ത കാർഡുമായി അവന്റെ അച്ഛനുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അച്ഛൻ ആ കാർഡ് തന്റെ ഭാര്യയെ ഏൽപ്പിച്ചു. അവരും ഒന്നും മിണ്ടിയില്ല. ആ കാർഡ് എടുത്ത് മേശ വലിപ്പിലേക്കിട്ടു. ശേഷം തന്റെ ഭർത്താവിനോടായി പറഞ്ഞു, ഇനി മുതൽ അവൻ സ്കൂൾ വിട്ടു വന്നാൽ നിങ്ങളോടൊപ്പം ആശുപത്രിയിൽ ജോലി ചെയ്യട്ടെ. അടുത്ത ദിവസം മുതൽ ഡീക്കോ അച്ഛനൊപ്പം ജോലിക്ക് പോയി തുടങ്ങി. ആശുപത്രിയിലെ മലമൂത്ര വിസർജനം കോരലും ടോയ്ലറ്റ് ക്ലീനാക്കലും എല്ലാമായിരുന്നു അവരുടെ ജോലി. അച്ഛൻ ഡീക്കോയെ എല്ലാ ജോലികളും ഓരോന്നായി പരിശീലിപ്പിച്ചു. വിശ്രമവേളകളിൽ താൻ പണ്ട് ഫുട്ബോൾ പരിശീലിച്ചിരുന്നത് മാങ്ങകൾ ഉപയോഗിച്ചായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അദ്ദേഹം ആശുപത്രിയുടെ പിന്തുടയിലുണ്ടായിരുന്ന മാവിലെ മാങ്ങകൾ ഉപയോഗിച്ച് അതിന്റെ സാമ്പിളുകൾ ഡീക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ തിയാഗോയുടെ മരണവും ഫുട്ബോളറായിരുന്ന അച്ഛൻ ഇപ്പോൾ ടോയ്ലറ്റും മറ്റും കഴുകി ഇത്രയും തരം താഴ്ന്ന ജോലി ചെയ്യുന്നതായും തോന്നിയിരുന്ന അവൻ ഫുട്ബോളിനോട് അകലം പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ തന്റെ അച്ഛനൊന്നും ഒരു വിലയുമില്ലാത്തത് അവൻ മനസ്സിലാക്കി. ഫുട്ബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്ന പലതും അവനിലേക്ക് എത്തിയെങ്കിലും അവൻ കുലുങ്ങിയില്ല. അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഫുട്ബോളിനോട് അകലം പാലിച്ചുകൊണ്ടേയിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അച്ഛൻ എന്നും മാങ്ങ ഉപയോഗിച്ച് പരിശീലിക്കുമായിരുന്നു. അതും അവന്റെ മുമ്പിൽ വെച്ച്. അവൻ എന്നെങ്കിലും ഫുട്ബോൾ കളിയിലേക്ക് മടങ്ങി വന്നാലോ എന്ന പ്രതീക്ഷയിൽ. ഒരിക്കൽ അതുപോലെ ദൂരെയുള്ള ഒരു വേസ്റ്റ് ബിന്നിലേക്ക് അച്ഛൻ മാങ്ങകൾ കിക്ക് ചെയ്തിടുവാൻ ശ്രമിക്കുകയായിരുന്നു. 1-2 തവണ ശ്രമിച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം നോക്കി നിൽക്കെ പെട്ടെന്നൊരു മാങ്ങ ആ വേസ്റ്റ് ബിന്നിൽ പതിച്ചു. അത് ഡീക്കോ ആയിരുന്നു. അദ്ദേഹം ഡീക്കോയെ പുഞ്ചിരിയോടെ നോക്കി. ശേഷം കുറച്ചകലെയുള്ള ഒരു
വേസ്റ്റ് ബിന്നിലേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന മാങ്ങ വളരെ വിദഗ്ധമായി കിക്ക് ചെയ്തിട്ടു. അത് കണ്ട് ഡീക്കോ അത്ഭുതത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും അച്ഛനെ നോക്കി. അവന് മനസ്സിലായിരുന്നു അച്ഛൻ തന്നെ കളിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അത്തരത്തിൽ അറിയാത്ത പോലെ കാണിച്ചതെന്ന്. പഴുത്ത മാങ്ങകളും പച്ച മാങ്ങകളും ഉപയോഗിച്ച് അച്ഛൻ അവനെ പരിശീലിപ്പിക്കുവാൻ തുടങ്ങി. മാങ്ങ നിലത്തു വീഴാതെ വളരെ വിദഗ്ധമായി കാലുകളിലിട്ട് അമ്മാനമാടുന്ന വിദഗ്ധമായ ഫുട്ബോൾ കളി രീതി. ആദ്യമെല്ലാം ആ പരിശീലനത്തിൽ വല്ലാതെ പരാജയപ്പെട്ടിരുന്ന ഡീക്കോ പതിയെ പതിയെ ഇംപ്രൂവ് ചെയ്യുവാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ അതിൽ പതിയെ പതിയെ വിദഗ്ധനായി മാറിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ 15 വയസ്സുകാരനായി. അപ്പോഴും അച്ഛനോടൊപ്പമുള്ള പരിശീലനം തുടർന്നു. അച്ഛനിൽ നിന്നുള്ള അത്രയും നാളത്തെ മികച്ച പരിശീലനം കൊണ്ട് അവൻ മികച്ച രീതിയിൽ മാങ്ങകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരുന്നു. ഒരിക്കൽ അവർ ഒരുമിച്ച് പരിശീലിക്കുന്നത് യാദൃച്ഛികമായി ഡീക്കോയുടെ അമ്മ കണ്ടു. അവന്റെ കളിയും സന്തോഷവും കണ്ട അമ്മ വീട്ടിലേക്കെത്തി അടച്ചിട്ട ആ മേശ വലിപ്പ് തുറന്നു. അതിനുള്ളിൽ നിന്നും പണ്ടൊരിക്കൽ അവർക്കായി വെച്ച് നീട്ടിയിരുന്ന വാൾഡിമാർ ഡെ ബ്രിട്ടോയുടെ കാർഡ് എടുത്തു. അടുത്ത ദിവസം അവർ വാൾഡിമാർ ഡീക്കോയെയും കൂട്ടി രഹസ്യമായി തന്റെ മകന്റെ കളി കാണിക്കുവാനെത്തി. മികച്ച രീതിയിൽ മാങ്ങ ഉപയോഗിച്ച് അമ്പരപ്പിക്കുന്ന പ്രകടനം നടത്തിയിരുന്ന അവന്റെ ആ കളികൾ വാൾഡിമാർ ഡീക്കോ നോക്കിക്കണ്ടു. അച്ഛനന്ന് അവനോട് വളരെ ഉയരത്തിലുള്ള ഒരു മാങ്ങ കിക്കെടുക്കാൻ പറഞ്ഞു. കിക്ക് ചെയ്ത് സുരക്ഷിതമായി അത് വേസ്റ്റ് ബിന്നിൽ വീഴ്ത്തുകയായിരുന്നു ദൗത്യം. നിന്നയിടത്തു നിന്ന് കറങ്ങി പറന്നുയർന്ന ഡീഗോ ആ മാങ്ങയെ അടിക്കാൻ നോക്കി. പക്ഷേ അവനത് സാധിച്ചില്ല. അവൻ പുറം കുത്തി താഴെ വീണു. അച്ഛൻ അവനെ സമാധാനിപ്പിച്ചു. അതൊന്നും സാരമില്ല, പതിയെ പതിയെ ശരിയായിക്കൊള്ളും. അന്ന് വൈകുന്നേരം ഡീക്കോയും അച്ഛനും വീട്ടിലേക്കെത്തുമ്പോൾ അവിടെ വാൾഡിമാർ ഉണ്ടായിരുന്നു. വാൾഡിമാർ അവനോടായി പറഞ്ഞു, സാന്റോസ് ഫുട്ബോൾ ഗ്രൂപ്പിൽ ചേരുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? അത്ഭുതത്തോടെ ഡീക്കോ അത് കേട്ടു. അവൻ അവിടെ നിന്നിരുന്ന അമ്മയെ നോക്കി. അമ്മ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവന് വല്ലാത്ത സന്തോഷമായി. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയോടായി നന്ദി പറഞ്ഞു. അധികം വൈകാതെ ഡീക്കോ സാന്റോസിലേക്ക് പുറപ്പെട്ടു. ദാരിദ്ര്യത്തിലായിരുന്ന അച്ഛനും അമ്മയും അവനായി മുൻകൂർ ശമ്പളം വാങ്ങി ഉണ്ടാക്കിയ പാന്റും കേക്കുമെല്ലാമായി 1956 ബ്രസീലിലെ സാന്റോസ് ക്ലബിലേക്ക് എത്തിയ ഡീക്കോ കളി പരിശീലിക്കുവാനായി തുടങ്ങി. അവരുടെ കോച്ച് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പരിശീലന സമയത്തൊക്കെ കോച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ നാട്ടിൽ പഠിച്ച പഴയ കളിയൊക്കെ മറന്നേക്ക്. യൂറോപ്പിലെ തന്നെ മികച്ച ടീമുകളുടെ കളിതന്ത്രങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഡീക്കോ കാലുകളിൽ ഫുട്ബോൾ ഇട്ട് മാങ്ങ കളിക്കുന്ന പോലെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോച്ച് അങ്ങോട്ടേക്ക് ഓടി വന്നു. അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ഇതുപോലത്തെ മണ്ടത്തരങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ബോൾ മര്യാദക്ക് നിലത്ത് വെക്കി. ഇതെല്ലാം വാൾഡിമാർ കാണുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യം പ്രോ ടീമിന്റെ ലിസ്റ്റ്, പിന്നെ ജൂനിയർ ടീമിന്റെ. ഡീക്കോ പ്രതീക്ഷയോടെ ലിസ്റ്റ് നോക്കി. പക്ഷെ ജൂനിയർ ടീമിലും പ്രോ ടീമിലും അവന്റെ പേരുണ്ടായിരുന്നില്ല. നിരാശയോടെ അവൻ മടങ്ങാൻ തുടങ്ങുമ്പോൾ അടുത്ത ലിസ്റ്റ് ഒട്ടിച്ചു. യൂത്ത് ടീം. വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും അവൻ ആ ലിസ്റ്റ് നോക്കി. അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച അവൻ കണ്ടു. 6ാമതായി അവന്റെ പേര് എഡ്സൺ ഡീക്കോ അരന്റസ് ദോ നാസിമെന്റോ. ഡീക്കോയുടെ ഫുട്ബോൾ ജീവിതം അവിടം തൊട്ട് മാറി മറിയുകയായിരുന്നു. കോച്ച് അവനെ മാത്രം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവനോടായി എപ്പോഴും പറഞ്ഞു, നാട്ടിലെ കളി ഇവിടെ എടുക്കരുത്. അങ്ങനെ കളിച്ചാൽ നമ്മൾ തോൽക്കും. 1954 വേൾഡ് കപ്പിൽ ഹംഗറി ബ്രസീലിനെ തോൽപ്പിച്ച കാര്യം പറഞ്ഞ് ഫോർമേഷന്റെ പ്രാധാന്യവും അങ്ങനെയേ കളിക്കാവൂ എന്നും കോച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. രാത്രി വൈകിയും ഡീക്കോ കോച്ച് പറഞ്ഞ രീതിയിൽ പരിശീലിക്കാൻ ശ്രമിച്ചു. പക്ഷെ നിരാശയായിരുന്നു ഫലം. ഇതെല്ലാം വാൾഡിമാർ കാണുന്നുമുണ്ടായിരുന്നു. കോച്ച് പറഞ്ഞ രീതിയിൽ എത്ര കളിക്കാൻ ശ്രമിച്ചിട്ടും അവന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതേയില്ല. അവനേറെ നിരാശനും അപമാനിതനുമായി മാറി. ഒരു ദിവസം വാൾഡിമാർ ക്ലബിൽ നിന്നും മടങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് തന്റെ പെട്ടിയുമായി രാത്രിയിൽ മടങ്ങുന്ന ഡീക്കോയെ കണ്ടു. മനം മടുത്തിരുന്ന ഡീക്കോ അതെല്ലാം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഡീക്കോ ട്രെയിൻ വരുവാനായി കാത്തിരുന്നു. അങ്ങോട്ടേക്ക് വാൾഡിമാർ വന്നെത്തി. ഡീക്കോയോട് സംസാരിച്ചു തുടങ്ങിയ വാൾഡിമാർ അവനോടായി പറഞ്ഞു, നീ എന്താ ഇവിടെ? നിരാശയോടെ ഡീക്കോ പറഞ്ഞു, ഞാൻ കൊള്ളില്ല. മറ്റുള്ളവരെ പോലെ കളിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനിയും ഞാൻ സ്കൂളിലേക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ കക്കൂസ് കഴുകി ജീവിക്കേണ്ടി വരും. ഉടൻ വാൾഡിമാർ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? ഞെട്ടിക്കൊണ്ട് ഡീക്കോ ചോദിച്ചു, കക്കൂസ് കഴുകുന്നതോ? വാൾഡിമാർ പറഞ്ഞു, അതല്ല, മറ്റുള്ളവർ കളിക്കുന്നത് പോലെ നിനക്ക് കളിക്കാൻ പറ്റാത്തതിൽ എന്താ പ്രശ്നമെന്ന്. ഡീക്കോ പറഞ്ഞു, കോച്ച് പറയുന്നത് ഞാൻ കളിക്കുന്നത് നാട്ടിലെ പിള്ളേർ കളിക്കുന്നത് പോലെയാണെന്നാണ്. വാൾഡിമാർ പറഞ്ഞു, നാട്ടിലെ കളി, അതിന് ഒരു വലിയ സമ്പന്നമായ ചരിത്രം തന്നെയുണ്ട്. ഉടൻ ഡീക്കോ ചോദിച്ചു, പിന്നെ എന്തിനാ കോച്ച് അത് വെറുക്കുന്നത്? വാൾഡിമാർ തുടർന്നു പറഞ്ഞു, ഇതെല്ലാം തുടങ്ങുന്നത് 16ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. അത് കേട്ടതും പെട്ടെന്ന് ഡീക്കോക്ക് ചിരി പൊട്ടി. വാൾഡിമാർ, നിനക്ക് കേൾക്കണ്ടെങ്കിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. ഉടൻ ഡീക്കോ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ അത് പറയൂ, എനിക്ക് കേൾക്കണം. വാൾഡിമാർ തുടർന്ന് പറഞ്ഞു തുടങ്ങി, ഞാൻ പറഞ്ഞതുപോലെ 16ാമത്തെ നൂറ്റാണ്ടിലാണ് ഇതിന്റെ എല്ലാം ആരംഭം. ആഫ്രിക്കൻ അടിമകളുമായി പോർച്ചുഗീസുകാർ ബ്രസീലിലേക്ക് വന്നു. പക്ഷേ ആഫ്രിക്കൻ അടിമകൾ നല്ല ബലവാന്മാരായിരുന്നു. സ്വരക്ഷയ്ക്കായി അവരിൽ ഒരുപാട് പേർ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. ഒളിച്ചോടിയ ആ അടിമകൾ പരസ്പരം വിളിച്ചത് ജിങ്ക എന്നായിരുന്നു. കാപ്പോയിറ എന്ന ബ്രസീലിയൻ ആയോധന കളിയുടെ ആരംഭം അവിടെ നിന്നായിരുന്നു.
അവസാനം അടിമപ്പണി നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ ഈ കാപ്പോയിറ അഭ്യാസികൾ കാടിന് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും കാപ്പോയിറ നാട്ടിൽ വിലക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യപ്പെടാതെ അവരുടെ ആയോധനകല പരിശീലിക്കാനുള്ള ഒരു എളുപ്പ വഴിയായി കണ്ടെത്തിയതാണ് ഈ ഫുട്ബോൾ കളി. ജിങ്കയുടെ അന്തിമ രൂപമായിരുന്നു അത്. വൈകാതെ അത് വികസിച്ചു. കാലാനുസരണം അത് നമ്മുടേതല്ലാതായി തീർന്നു. പക്ഷെ അതിന്റെ താളം ഇപ്പോഴും ബ്രസീൽകാരുടെ ഒപ്പമുണ്ട്. പക്ഷെ നമ്മുടെ ജിങ്ക രീതിയാണ് 1950 ലോകകപ്പ് തോൽവിക്ക് കാരണമെന്ന് ഒട്ടുമിക്ക ആളുകളും വിശ്വസിക്കുന്നു. അതോടെ നമ്മുടെ ആഫ്രിക്കൻ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനെയും ആളുകൾ എതിർക്കാൻ തുടങ്ങി. നിന്റെ കോച്ചിനെ പോലെ, നിന്റെ കളിയിൽ നിന്നും ജിങ്കയെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നമ്മളതിനെ നമ്മളിൽ നിന്നു തന്നെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഒന്ന് നിർത്തി വാൾഡിമാർ തുടർന്നു പറഞ്ഞു. പക്ഷെ ജിങ്ക നിന്റെയുള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട് ഡീക്കോ. അതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് തെളിയിക്കാനുള്ള കരുത്ത് നിനക്കുണ്ടാകുമ്പോൾ നിനക്കത് പുറത്തെടുക്കാം. അല്ലെങ്കിൽ വരാനുള്ള ട്രെയിനിൽ കയറി നിനക്ക് മടങ്ങാം. അത്രയും പറഞ്ഞ് വാൾഡിമാർ അവിടെ നിന്നും മടങ്ങി. ഡീക്കോ ചിന്തകളിൽ മുഴുകിയിരുന്നു. അധികം വൈകാതെ ഒരു ട്രെയിൻ അവന് മുന്നിലേക്കെത്തി. പക്ഷേ ഡീക്കോ മടങ്ങിപ്പോയില്ല. അവൻ ക്ലബിലേക്ക് തിരികെ വന്നു. അധികം വൈകാതെ അടുത്ത കളിയുടെ ദിവസമെത്തി. സാന്റോസ് വേഴ്സസ് കുബാറ്റാവോ. കുബാറ്റാവോ 3 ഗോൾ ലീഡ് നേടിയിരുന്നു. കോച്ച് പറയുന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഡീക്കോയ്ക്ക് തീരെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബോള് നോക്കി ഓടിയ ഡീക്കോ കളിക്കിടയിൽ തന്റെ സഹതാരവുമായി കൂട്ടിയിടിച്ച് താഴെ വീണു. ശക്തമായ വീഴ്ച. അവന് കാഴ്ചകൾ മങ്ങുന്ന പോലെ തോന്നി. ബോധം വീണ്ടെടുത്ത് കണ്ണു തുറന്നപ്പോൾ അവൻ മുന്നിൽ കണ്ടത് തന്റെ മുന്നിൽ നിൽക്കുന്ന വാൾഡിമറിനെയായിരുന്നു. വാൾഡിമർ അവനോട് എഴുന്നേറ്റ് കളിക്കുവാൻ പറയുന്നു. ഡീക്കോക്ക് ആ ഒരു നിമിഷം വാൾഡിമർ തന്റെ അച്ഛനെ പോലെ തോന്നി. തന്റെ മുന്നിലേക്ക് അദ്ദേഹം ഒരു പഴുത്ത മാമ്പഴം ഉയർത്തിയിടുന്ന പോലെ. വാൾഡിമറിന്റെ നോട്ടത്തിൽ നിന്നും അതാണ് സമയമെന്ന് ഡീക്കോ മനസ്സിലാക്കിയിരുന്നു. തന്റെ അടുത്തേക്ക് വന്ന ഫുട്ബോൾ അവൻ മാങ്ങ കൈകാര്യം ചെയ്യുന്ന പോലെ വിദഗ്ധമായ കാലിൽ പിടിച്ചു നിർത്തി. അതുമായി മനോഹര നീക്കത്തോടെ മുന്നോട്ട് കുതിക്കുവാൻ തുടങ്ങി. കോച്ച് കളിക്കാർ ഒന്ന് റെഡിയാവട്ടെ എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ജിങ്ക സ്റ്റൈലിൽ മനോഹരമായ നീക്കങ്ങൾ നടത്തി ഡീക്കോ മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് നീങ്ങിയതും തന്റെ ചുറ്റിലും നിരന്ന ഡിഫൻഡർമാരുടെ നടുവിൽ ഡീക്കോ പെട്ടു. അവൻ കാലിൽ തട്ടി ബോൾ മുകളിലേക്ക് ഉയർത്തി. അവന്റെ മനസ്സിൽ അന്ന് അച്ഛൻ ഉയരത്തിൽ അടിക്കുവാൻ പറഞ്ഞ മാങ്ങയുടെ ചിത്രമായിരുന്നു. കഴിയുന്ന പോലെ പറന്നു ചാടി കമിഴ്ന്ന് അവൻ കാലുകൾ ഉയർത്തിയടിച്ചു. അവന്റെ കാലുകൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. കാൽ ബോളിൽ പതിച്ചു. ശരവേഗത്തിൽ ബോൾ ഗോൾ പോസ്റ്റിലേക്ക് പാഞ്ഞു കയറി. സാന്റോസിന് മനോഹരമായ ഒരു ഗോൾ പിറന്നു. അതിശയിപ്പിക്കുന്ന ആ മൂവ്മെന്റ് എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞതും കോച്ച് അവനെ അടുത്തേക്ക് വിളിച്ചു. അവനോടായി ചോദിച്ചു, നീ എന്ത് കളിയാ കളിച്ചത്? കോച്ച് ചീത്ത പറയുമെന്ന് വിചാരിച്ചിരുന്ന ഡീക്കോ എന്നോട് ക്ഷമിക്കണമെന്ന് കോച്ചിനോടായി പറഞ്ഞു. കോച്ച് അവനെ പിടിച്ചു നിർത്തി അവന്റെ ചെവിയിൽ പറഞ്ഞു, ഇപ്പോൾ കളിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ കളിച്ചോ. സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ഡീക്കോ സ്റ്റേഡിയത്തിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് ആ സ്റ്റേഡിയം കണ്ടത് വിപ്ലവകരമായ കളിയായിരുന്നു. ജിങ്ക സ്റ്റൈലിൽ അതിമനോഹരമായ ഗോളുകൾ പിറന്നുകൊണ്ടിരുന്നു. അതിമനോഹരമായ 4 ഗോളുകൾ അന്ന് ഡീക്കോയുടെ കാലിൽ നിന്നും പിറന്നു. യൂത്ത് ടീമിലെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം ഡീക്കോയെ അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ജൂനിയർ ടീമിലേക്ക് എത്തിച്ചു. ജൂനിയർ ടീമിലും അവൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എല്ലാവരും അതിശയത്തോടെ ഡീക്കോയുടെ കളികൾ നോക്കിക്കണ്ടു. റേഡിയോയിലെ സംപ്രേക്ഷണത്തിലൂടെ ഡീക്കോയുടെ അച്ഛനും വളരെയധികം സന്തോഷിച്ചു. തന്റെ മകനെയോർത്ത് അഭിമാനം കൊണ്ടു. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഡീക്കോ പ്രോ ടീമിലേക്കും ചേക്കേറിയിരുന്നു. ഡീക്കോയുടെ കളി കാണുന്നവരെയെല്ലാം എല്ലായ്പ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ സാന്റോസിന്റെ ടോപ്പ് സ്കോററായി ഡീക്കോ മാറപ്പെട്ടു. കമന്ററികളിൽ അവൻ നിറഞ്ഞു നിന്നു. കമന്റേറ്റേഴ്സ് അവനെപ്പറ്റി വാചാലരായി. സാന്റോസ് കളി ജയിക്കാനായി മുന്നേറുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് ഈ 15 വയസ്സുള്ള പയ്യനെയും അവന്റെ മാന്ത്രിക പ്രകടനത്തെയുമാണ്. ദൈവമേ, ഇവനൊരു സംഭവം തന്നെ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേ വീണ്ടും തിരിച്ചു കളിക്കുന്നു. അതാ അവൻ സിറ്റോയെ കബളിപ്പിക്കുന്നു. തിരിച്ചു നാസിമെന്റയിലേക്ക് 3 പ്രതിരോധക്കാർ ചുറ്റും. അതാ അവൻ ലക്ഷ്യത്തിലേക്ക്. ഇല്ല ഇല്ല, ഒരു മിനിറ്റ്. ഇപ്പോഴും പന്ത് അവന്റെ കാലിൽ തന്നെ. ബോക്സിന്റെ പുറത്തു നിന്നും അതാ ഒരു ഗോൾ. ഡീക്കോ ക്ലബ് ഗെയിമിൽ വല്ലാതെ പേരെടുക്കാൻ തുടങ്ങിയിരുന്നു. പ്രോ ടീമിലേക്ക് എത്തി മികച്ച വിജയങ്ങൾക്ക് ശേഷം ഡീക്കോ വീട്ടിലേക്ക് മടങ്ങിയെത്തി. തന്റെ അമ്മയ്ക്കായി അവനൊരു ഗ്യാസ് സ്റ്റവും അച്ഛനായി ഒരു റേഡിയോയും വാങ്ങിയിരുന്നു. അവന്റെ അച്ഛൻ അമ്മയോട് ചോദിച്ചു, ബാറുവിൽ ഗ്യാസ് പോലും ഇല്ലെന്ന് നിനക്കറിയില്ലേ? അമ്മ പറഞ്ഞു, അവനെ വിഷമിപ്പിക്കണ്ട, നമുക്കത് മേശയായി ഉപയോഗിക്കാലോ. അച്ഛന് ഫുട്ബോൾ കളി കേൾക്കാമെന്ന് പറഞ്ഞ് അവൻ റേഡിയോ കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഓ വേണ്ട വേണ്ട, ഈ വീട്ടിൽ അത് വേണ്ട. നിന്റെ കളി വിവരങ്ങൾ കേൾക്കാനോ? നീ നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തൂ. ഈ സമയം അനിയൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. അവൻ പറഞ്ഞു, നാളെ നമുക്ക് ബ്രസീൽ ടീമിന്റെ തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ അറിയാം. അമ്മ അവന്റെ തലക്ക് കിഴുക്കിക്കൊണ്ട് പറഞ്ഞു, നാളെ നിനക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പന് പിന്നെ ജോലിക്കും പോണം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡീക്കോ പറഞ്ഞു, എനിക്കിപ്പോൾ 16 വയസ്സേ ഉള്ളൂ. സെലക്ഷൻ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അച്ഛനും അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഇത് കേട്ടിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അവൻ പറഞ്ഞത് ശരിയാ, നിരാശ മാത്രമായിരിക്കും. പക്ഷേ അടുത്ത ദിവസം ആവേശത്തോടെ അച്ഛനും അനിയനും ഡീക്കോയും ഒരുമിച്ച് ഒളിച്ചിരുന്ന് ബ്രസീൽ ടീമിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നു. ദേശീയ ടീമിൽ ഇടം പിടിച്ച
മരിച്ചവരുടെ പേരുകൾ നിങ്ങൾക്കായി കേൾപ്പിക്കുന്നു. 1958 ലോകകപ്പിൽ ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മികച്ച പ്രോ കളിക്കാരുടെ പേരുകളിതാ: ഗിൽമാർ, ബേലിനി, ജെൽമ സാന്റോസ്, സിഡി, സഗലോ, ഗെരിഞ്ച, നിൽട്ടൻ സാന്റോസ്, ഓർലാൻഡോ, സിറ്റോ, വാവ, കാസ്റ്റിൽഹോ, പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 19 വയസ്സുകാരൻ മസോളയും, കൂടാതെ പട്ടികയിൽ 16 വയസ്സുകാരൻ ഡീക്കോ നാസിമെന്റോയും ഇടം പിടിച്ചിട്ടുണ്ട്. അത് കേട്ടതും അത്ഭുതത്തോടെ എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. അനിയൻ ഒച്ചയുണ്ടാക്കി. അവന്റെ അച്ഛന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ഡീക്കോ അത്ഭുതത്തിൽ കണ്ണുമിഴിച്ചിരുന്നു. പുറത്തെ ഒച്ചപ്പാട് കേട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അച്ഛനും അനിയനും അവിടെ നിന്നും ഓടി മാറി. ഡീക്കോ വിശ്വസിക്കാൻ കഴിയാതെ അമ്പരന്നിരിക്കുകയായിരുന്നു. അമ്മ അവനോട് ചോദിച്ചു, ഡീക്കോ, നീ എന്താ വല്ലാതിരിക്കുന്നത്? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഡീക്കോയുടെ ഞെട്ടൽ അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്നു കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.